ഹായ് ഫ്രണ്ട്സ്, ആര്യസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. മാഷാ അല്ലാഹ് ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഒരു സോയ ചങ്ക്സ് വരട്ടിയതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പ് ഒരു ചെറിയ കാര്യം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ കാണും, അതുകൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. എന്നാലേ എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സോയ ചങ്ക്സ് വരട്ടിയത് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതേ ഞാൻ ഒരു 1/4 കിലോത്തിൻ്റെ കവറ് സോയ ചങ്ക്സാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് നന്നായിട്ട് തിളച്ചിട്ടുള്ള വെള്ളമാണ്. ആ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതേ ഞാനൊരു പാത്രത്തിനകത്തേക്ക് വെള്ളം വെച്ച് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. ആ വെള്ളം ഞാനിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു അരമണിക്കൂറോളം മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇതിനകത്തേക്ക് വെള്ളത്തിൻ്റെ വെള്ളം എല്ലാം പിഴിഞ്ഞ് മാറ്റണം. ഇതിനൊരു സ്മെല്ലുണ്ട്. ഇതുപോലെ നമ്മൾ നല്ലതുപോലെ പിഴിഞ്ഞ് മാറ്റുമ്പോൾ ആ സ്മെല്ല് മാറിക്കിട്ടും. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മളിതുപോലെ നന്നായിട്ട് പിഴിയണത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റാം. ഏകദേശം ഒരു 3 പ്രാവശ്യമെങ്കിലും നമുക്കിതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് മൂന്നാമത്തെ പ്രാവശ്യം ഇത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിനകത്തേക്ക് ഒരു 1.5 സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂണോളം തൈര്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കയ്യിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഏറ്റവും നന്നായിട്ട് നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഇത് നന്നായിട്ട് കൂട്ടിയെടുക്കുന്നതാണ്. കാരണം ഇതൊരു തരം സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് മസാലകൾ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ കൈ ഉപയോഗിച്ച് ഇതിനകത്തേക്ക് എല്ലാ മസാലകളും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ സൈഡിലേക്കും എല്ലാ ഭാഗത്തുള്ള ചങ്ക്സിലേക്കും നമുക്ക് മസാലകളൊക്കെ നന്നായിട്ട് ഇതുപോലെ പിടിപ്പിക്കണം. അതിനാണ് നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മളിത് തേച്ച് പിടിപ്പിക്കുന്നത്. പിന്നെ നമുക്കിത് വേവിക്കാം. ഒരുപാട് വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. ഇത് കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് ഒരു വിസിലാവുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കുറച്ച് എയർന്ന് നമുക്ക് കളയണം, അല്ലെങ്കിൽ ഇത് ഒരുപാട് വെന്ത് പോകും. ഒരുപാട് വേകാതെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിത് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതിനകത്തേക്ക് വെള്ളം ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കരുത്. നമ്മൾ ചാറൊന്നും ഇല്ലാതെ ഡ്രൈ ആയിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് വളരെ 2 ടേബിൾ സ്പൂണോളം വെള്ളം മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നമുക്കിത് അടച്ചിട്ട് ഒരു വിസിലാവുന്നതിന് മുമ്പ് തന്നെ തീ ഓഫ് ചെയ്തിട്ടിട്ട് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്നു പോകരുത്, അപ്പോഴേക്കും ഇത് വെന്ത് പോകും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്കിത് വേവിച്ചെടുക്കാം. ഞാൻ കാണിച്ചു തരാം. കറക്റ്റ് വേവിൻ്റെ ആ ഒരു പരുവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ടാണ് ഞാനിത് വേവിച്ചെടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, വെന്തൊന്നും പോയിട്ടില്ല, കറക്റ്റ് പരുവാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇനിയൊരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പൂണോളം പെരിഞ്ജീരകം പൊടിയാണ്. അത് പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോകരുത്. ഇത് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വരണം. ഇതിനൊരു പ്രത്യേക സ്മെല്ലാണ് ഈ വെളുത്തുള്ളിയും പെരിഞ്ജീരകവും കൂടി എണ്ണയിൽ കിടന്ന് മൂക്കുന്നത്. ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് സവാളയാണ്. ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ വളരെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വാട്ടിയെടുക്കണം. സവാള നല്ലതുപോലെ വാടി വരണം, എന്നാലേ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സോയാ ചങ്ക്സിലേക്ക് മസാലകളൊക്കെ ചേർക്കുന്ന ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഉപ്പ് കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്തേക്ക് 1 സ്പൂൺ ഇഞ്ചി അരച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് എണ്ണയിൽ കിടന്ന് ഇഞ്ചിയുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി ഒരു മൂത്ത് വരുന്ന ആ ഒരു ടൈം ആവുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിനകത്തേക്ക് 2 പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ ഞാനിതിനകത്തേക്ക് ഇതിനകത്തേക്ക് 2 തണ്ട് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേപ്പില കൂടി ഇട്ടിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ഇപ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത്, നമ്മൾ നേരത്തെ തന്നെ ഇതിനകത്തേക്ക് മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്തേക്ക് 1/2 സ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിനകത്തേക്ക് 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/4 സ്പൂണോളം ഗരം മസാലപ്പൊടി കൂടിയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന പൊടിയുടെയൊക്കെ ആ പച്ചമണം മാറി കിട്ടുന്നതുവരെ മിക്സ് ചെയ്യാം. നമ്മൾ ശ്രദ്ധിച്ച് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഓൾറെഡി നമ്മൾ ഇതിനകത്തേക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ കറക്റ്റ് എരിവ് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ ബാക്കിയുള്ള പൊടികൾ മാത്രം ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് 1 തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേ ഞാൻ തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതുപോലെ അടച്ച് വെച്ച് കഴിയുമ്പോൾ ഇതിന് മുകളിലായിട്ട് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരും. ആ സമയം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ സോയാ ചങ്ക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. കാരണം എത്ര നേരം നമ്മൾ ഈ എണ്ണയിലിട്ട് മുരിച്ചെടുക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ സോയാ ചങ്ക്സിന്. മസാലയൊക്കെ നന്നായിട്ട് ഇതിനകത്തേക്ക് പിടിച്ചിട്ട് വരണം, എന്നാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ് ടോയ് സോയാ ചങ്ക്സ്. ബീഫിൻ്റെയൊക്കെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. കുറച്ച് ടൈം എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിനകത്തേക്ക് കറക്റ്റ് ഉപ്പും എരിവും ഒക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പം ഞാൻ ഈ സമയത്ത് ഇതിനകത്തേക്ക് ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്കിതിനകത്തേക്ക് 1/2 സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ഈ എണ്ണയിൽ തന്നെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് ഒട്ടും തന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമില്ലാതെ നമുക്ക് ഈ ചട്ടിയിലിട്ട് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. ഒരു 2 മിനിറ്റും കൂടെ കഴിയുമ്പോഴേക്കും നമ്മുടെ സോയാ ചങ്ക്സ് റെഡിയാവും. അപ്പോൾ ഏകദേശം പരുവത്തിനകത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിനകത്തേക്ക് കുറച്ച് വേപ്പിലോട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 2 തണ്ട് വേപ്പില കീറിയതുകൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. വേപ്പിലയുടെയൊക്കെ ആ സ്മെല്ലൊന്നും ഇതിനകത്തേക്ക് പിടിക്കുന്നത് വരെയുള്ള ടൈം മാത്രം മതി. അപ്പോഴേക്കും ടേസ്റ്റി ആയിട്ടുള്ള സോയാ ചങ്ക്സ് വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അപ്പത്തിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നോക്കട്ടെ ഇതിൻ്റെ ഉപ്പും എരിവൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ പെട്ടെന്ന് തന്നെ വായിലേക്ക് എടുത്തിടരുത്, കാരണം ഇതൊരു സ്പോഞ്ച് പോലെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ പെട്ടെന്ന് പൊള്ളിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സോയാ ചങ്ക്സ് വരട്ടിയതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്.
അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.